എൻ ശ്രീകുമാർ, വളരെ പ്രധാനപ്പെട്ട ഒരു നിലപാടാണ് ഇപ്പോൾ ശശി തരൂർ എടുത്തിരിക്കുന്നത്. കടുത്ത നിലപാട് തരൂർ തുടരുമ്പോൾ അത് വലിയ പ്രതിസന്ധി രാഷ്ട്രീയ കേരളത്തിൽ ഉണ്ടാക്കില്ലേ? തരൂര് കടുത്ത പ്രതിസന്ധി ഇപ്പോഴല്ലല്ലോ എടുക്കുന്നത്. അദ്ദേഹം AICC പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് സമയത്ത് അതിനുശേഷം കേരളത്തിൽ വന്ന് മലബാർ പര്യടനം, ഇങ്ങനെ പാർട്ടിക്ക് താല്പര്യമില്ലാത്ത ഒരുപാട് വിഷയങ്ങളിൽ ശശി തരൂർ മുമ്പ് നിലപാടെടുത്തിട്ടുണ്ട്. ഇപ്പൊ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെ വേണ്ടെങ്കിൽ വേറെ വഴികളുണ്ടെന്ന്. അപ്പൊ അദ്ദേഹത്തിന്റെ അജണ്ടയുണ്ട്. ആ അജണ്ട അദ്ദേഹം സ്വയം നടപ്പാക്കിയാൽ മതി. ദിവസം ഇങ്ങനെ ഇംഗ്ലീഷ് പത്രത്തിൽ അഭിമുഖം കൊടുത്തുകൊണ്ട് പാർട്ടിയുടെ സാധാരണ പ്രവർത്തകരെ അസ്വസ്ഥരാക്കേണ്ട കാര്യമില്ല. സാധാരണ പ്രവർത്തകരെ അസ്വസ്ഥരാക്കുന്ന വെച്ചാൽ അദ്ദേഹത്തെ വോട്ട് ചെയ്ത പ്രവർത്തകരുണ്ടല്ലോ തിരുവനന്തപുരത്ത്. അദ്ദേഹം പറയുന്നത് എന്താ, കോൺഗ്രസിന്റെ വോട്ട് മാത്രം കൊണ്ട് കോൺഗ്രസ് ജയിക്കില്ല. അത് കോൺഗ്രസിന് എന്നും അറിയാം. അതുകൊണ്ടാണല്ലോ UDF സംവിധാനം വന്നത്. അതുകൊണ്ടാണല്ലോ സമുദായ അതുപോലെ മറ്റ് വിഭാഗങ്ങളുമായിട്ട് കോൺഗ്രസ് നല്ല ബന്ധം പുലർത്തുന്നത്. കേരളത്തിൽ ഏത് പാർട്ടിക്കും ഒറ്റയ്ക്ക് പറ്റില്ല, മുന്നണിയായിട്ടേ പറ്റുള്ളൂ. ശശി തരൂർ എന്താണ് അദ്ദേഹത്തിന് കോൺഗ്രസിന് വേണ്ടെങ്കിൽ അദ്ദേഹം അത് മാന്യമായ രീതിയിൽ പറഞ്ഞു പോവുകയാണ് നല്ലത്. ശശി തരൂർ ഇല്ലാതെ കോൺഗ്രസ് കേരളത്തിലും കേന്ദ്രത്തിലും ഭരിച്ചല്ലോ. അപ്പൊ ഒരാൾ ഞാനാണ് കോൺഗ്രസിലെ ഏറ്റവും സ്വീകാര്യൻ, എനിക്ക് മറ്റുള്ളവരുടെ സ്വീകാര്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞത് യാതൊരു അർത്ഥവുമില്ല. ശശി തരൂരിനെ കുറിച്ച് ഈ തുടക്കത്തിൽ തന്നെ എന്റെ ഒരു നിലപാട് ചർച്ചകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശശി തരൂർ എടുക്കുന്ന നിലപാട് പാർട്ടിക്ക് മീതെ പോകുന്ന നിലപാടാണ്. അത് അംഗീകരിക്കാൻ കഴിയില്ല. പിന്നെ അദ്ദേഹത്തിന് എല്ലാ സ്ഥാനവും വേണം. അദ്ദേഹമാണ് കേരളത്തിലെ നയിക്കാൻ. നേതൃദാരിദ്ര്യം എന്ന് അദ്ദേഹം പറയുന്നത് VD സതീശനും രമേശ് ചെന്നിത്തലയും K സുധാകരനും AK ആന്റണിയും നേതാക്കളല്ലേ? മുതിർന്ന വർക്കിംഗ് കമ്മിറ്റി അംഗമല്ലേ AK ആന്റണി? എന്താ നേതൃദാരിദ്ര്യത്തിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താ? അദ്ദേഹം ഇല്ലാത്തത് കൊണ്ട് ദാരിദ്ര്യം ഉണ്ടെന്നോ? ഇത് ഞാൻ പറഞ്ഞത് ശശി തരൂരിന് എന്തോ അജണ്ടയുണ്ട്. ആ അജണ്ടയുടെ തുടക്കം അദ്ദേഹം കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. പിന്നീട് അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം അദ്ദേഹം AICC പ്രസിഡന്റിനെ കണ്ടു, പ്രസിഡന്റിനെ കണ്ടു, കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവായ രാഹുൽ ഗാന്ധിയും കണ്ടു. എന്നിട്ടും അദ്ദേഹം നിലപാട് മാറ്റാതെ ഇത്തവണ ഇങ്ങനെ എഴുതുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? പാർട്ടിയോടെ താല്പര്യമില്ല. പാർട്ടിയോട് താല്പര്യമില്ലെങ്കിൽ ഒരാൾ ചെയ്യേണ്ടത് മാന്യമായ രീതിയിൽ പാർട്ടിയുടെ പുറത്തേക്ക് പോവുകയാണ് വേണ്ടത്. അല്ലാതെ ദിവസവും ഓരോ അഭിമുഖം കൊടുത്തുകൊണ്ട് ചാനലുകൾക്ക് വാർത്ത ഉണ്ടാക്കുന്ന സ്വഭാവം നല്ലതല്ല. ഇതിപ്പോ CPM-ന് ഒരു ഗുണം ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ BJPക്ക് ഗുണം ചെയ്യുന്ന കാര്യം ഒരു കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം പറയുന്നത് ശരിയാണോ? അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ ബോധമുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് എന്താണ്? വർക്കിംഗ് കമ്മിറ്റി അംഗത്വത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് അദ്ദേഹം വിമർശിക്കണം. അല്ലെങ്കിൽ അദ്ദേഹം MP സ്ഥാനത്ത് തുടർന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ജനങ്ങൾ തെരഞ്ഞെടുത്തതല്ലേ. ഇനി കോൺഗ്രസും UDF-ഉമാണ് തന്നെ MP ആക്കിയത് എന്ന രാഷ്ട്രീയ ബോധമുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കണം. എന്നിട്ട് അദ്ദേഹം പറയണ കാര്യങ്ങൾ ഇത് പാർട്ടിക്ക് വേണ്ടെങ്കിൽ വേറെ വഴിയുണ്ടെന്ന് വെച്ചാൽ പാർട്ടിക്ക് വേണം എന്നുള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹത്തെ MP ആക്കിയത്. പാർട്ടിക്ക് വേണം എന്നുള്ളതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാക്കിയത്. പാർട്ടിക്ക് വേണം എന്നുള്ളതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ ഒരുപാട് പാർലമെന്ററി സമിതികളിൽ അംഗമാക്കിയത്. ഇതൊക്കെ എന്താ അദ്ദേഹം മനസ്സിലാക്കാത്തത്? പിന്നെ അദ്ദേഹത്തിന് ഉദ്ദേശിക്കുന്ന ഒരു സ്ഥാനം കോൺഗ്രസ് കിട്ടണമെങ്കിൽ ഇത് ഒരുപാട് നേതാക്കളുള്ള ഒരു പാർട്ടിയാണ്. നേതൃദാരിദ്ര്യം എന്ന് ശശി തരൂർ പറയുന്നത് ഒരാൾ മാത്രമാണ് ഏറ്റവും വലിയ നേതാവ് എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തോന്നുന്ന ഒരു സ്വതസിദ്ധമായ നിലപാടാണ്. അത് നമുക്ക് മാറ്റാൻ കഴിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ശശി തരൂർ കോൺഗ്രസിന്റെ MP ആണ്, വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹമാണ് ഇപ്പം അദ്ദേഹത്തിന്റെ നിലപാടുകളുമായിട്ട് പ്രതിസന്ധി ഉണ്ടാക്കിയത്. അല്ലാതെ പാർട്ടി അദ്ദേഹത്തെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് ശശി തരൂരിന്റെ പ്രവർത്തനത്തെ കുറിച്ച് വിമർശിച്ചോ? അദ്ദേഹം പാർട്ടി നയത്തിനെതിരെ, വർക്കിംഗ് കമ്മിറ്റിയുടെ നയങ്ങൾക്കെതിരെ, കോൺഗ്രസിന്റെ വിദേശ നയത്തിനെതിരെ, UDF-ന്റെ നിലപാടുകൾക്കെതിരെ ഒക്കെ അദ്ദേഹത്തിന്റേതായ രീതിയിൽ മുന്നോട്ട് പോയപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു? ഇല്ലല്ലോ. ശശി തരൂരിനെ കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്കും കോൺഗ്രസുകാർക്കും ഒരു നിലപാടുണ്ട്, ഒരു വിചാരമുണ്ട്. ആ വിചാരവും നിലപാടും അദ്ദേഹം മനസ്സിലാക്കണം. അല്ലാതെ ഞാനില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല എന്ന് അദ്ദേഹം ധരിക്കരുത്. കോൺഗ്രസ് ഉണ്ടായതുകൊണ്ടാണ് അദ്ദേഹം ഈ 3 തവണ MP ആയത്. മനസ്സിലാക്കണം. 15,000 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ തവണ ശശി തരൂരിന് ലഭിച്ചത്. 7,000 വോട്ട് മാറിയാൽ ആള് തോറ്റു പോകുമല്ലോ, സംശയമില്ലാത്ത കാര്യമല്ലേ? അപ്പൊ ആ 15,000 വോട്ടെങ്കിലും കോൺഗ്രസിന്റെ ആണ് അദ്ദേഹം മനസ്സിലാക്കണ്ടേ? അപ്പൊ അതുകൊണ്ട് ശശി തരൂർ ഇങ്ങനെ അഭിമുഖം കൊടുത്ത് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമീപനം അത് പാർട്ടിക്ക് നല്ലതല്ല. എന്ത് നേതൃപ്രതിസന്ധിയാ കേരളത്തിലെ? UDF-ന്റെ നേതൃത്വമുണ്ട്, KPCC നേതൃത്വമുണ്ട്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു, തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിൽ ജയിച്ചു, 9 അസംബ്ലി മണ്ഡലങ്ങൾ ഇലക്ഷൻ നടന്നു. 9 അസംബ്ലി മണ്ഡലങ്ങൾ എന്ന് വെച്ചാൽ വയനാട്ടിലെ 7 അസംബ്ലി മണ്ഡലങ്ങളും പാലക്കാടും ചേലക്കരയും. അതിൽ ചേലക്കരയിലെ LDF വോട്ട് 25,000-ൽ നിന്നും 39,000-ൽ നിന്നും 18,000-ആയിട്ട് കുറഞ്ഞു. അതുപോലെ തന്നെ പാലക്കാട് 3,000-ൽ നിന്നും 18,000-ആയിട്ട് കൂടി.
മറ്റ് വയനാട്ടിലത്തെ LDFന്റെ അസംബ്ലി മണ്ഡലങ്ങൾ ഉൾപ്പെടെ UDF തിരിച്ചു വന്നു. അപ്പൊ അതിന്റെ അർത്ഥം നേതൃപ്രതിസന്ധി ഉണ്ടെങ്കിൽ ഇതൊക്കെ സംഭവിക്കുമോ? ഒരാൾ പറയുന്നത് ശ്രീകുമാർ എന്തായാലും നിലപാട് വ്യക്തമാക്കിയാണ് ശശി തരൂരിന്റെ പുതിയ ലേഖനം വരുന്നത്. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ തന്നെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് തരൂർ ഈ ലേഖനത്തിലൂടെ.